എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബോംബെയിൽ മഹാലക്ഷ്മി സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഇപ്പോഴ് ആജി അലി ദർഗൻ്റെ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് കാണിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ വീട് ആൻറ്റീലിയ, മുകേഷ് അംബാനിയുടെ ആൻറ്റീലിയ കാണിക്കാനാണ് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ബസ്സിന് പോവാം. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മുരളി ദിയോറ മാർഗിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ബൈ ടാക്സിക്ക് പോവാം. 1 കിലോമീറ്റർ ഉള്ളൂ, നമുക്ക് നടന്നിട്ട് കാണാവുന്ന ഒരു ദൂരമേ ഉള്ളൂ ശരിക്കും. ഇതാണ് പെഡ റോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ ഒരു വൈറ്റ് ബിൽഡിംഗ് കാണുന്നില്ലേ, ഇതാണ് ജിൻഡാൽ ഹൗസ്. മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന JSW കമ്പനീൻ്റെ ചെയർമാനും മാനേജിങ് ഡയറക്ടറായ സജ്ജൻ ജിൻദാലിൻ്റെ വീടാണിത്. പെഡ റോഡിന് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇന്ത്യയിലെ പ്രശസ്തമായ ജസ്ലോക് ഹോസ്പിറ്റൽ. ഇത് 1973 ശരിക്കും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ജീവകാരുണ്യ പ്രവർത്തക സേത്ത് ലോക്കുമൽ ചെൻഡായും പിന്നെ ഒരു സർജന ശാന്തിലാൽ ജന്മദാസ് മേത്തയാണ് ഇത് ശരിക്കും ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. ഒരുപാട് കമേഴ്ഷ്യൽ സെൻറ്ററും കൺസുലേറ്റ്സും ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് ഇന്തോനേഷ്യ, ഇറ്റലി എന്നീ എംബസികളുള്ളൊരു സ്ഥലമാണിത്. ആ കാണുന്നതാണ് ലോധ ടവർ, അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നതാണ് ആൻറ്റീലിയ. ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഈ പെഡ റോഡ് ശരിക്കും മലബാർ ഹില്ലിനെ കണക്ട് ചെയ്യുന്ന ഐക്കോണിക് റോഡ് സ്ട്രെച്ചാണിത്. അപ്പോൾ ഉദ്ദേശിച്ച പോലെ ഞാൻ ഏകദേശം ആൻറ്റീലിയൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്നതിൻ്റെ ഒരു വശമാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുമ്പള്ള ഹില്ലിലുണ്ട് അൾട്ടാ മൗണ്ട് റോഡ്. അവിടെയാണ് ശരിക്കും അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ പോകുന്നത്. അങ്ങോട്ടേക്ക് പോവാം. ഈ കാണുന്നതാണ് അൾട്ടാ മൗണ്ട് റോഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് സ്ഥലങ്ങളുള്ളത് ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടെ ബില്യനേഴ്സ് റോ എന്നും അറിയപ്പെടുന്നുണ്ട്. അതാ നമ്മൾ കാണുന്നില്ലേ, അതാണ് ആൻറ്റീലിയ. ബില്യനെയർ മുകേഷ് അംബാനിൻ്റെ വീട് ആൻറ്റീലിയ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2014 ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സ്വകാര്യ വസതിയാണ് ആൻറ്റീലിയ. ഏകദേശം $2 ബില്യൺ ആണ് ഇതിന് ചിലവായത്. ഇതിൻ്റെ ചിലവ് ഏകദേശം എന്താണെന്ന് നമുക്ക് ഒരു ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും വലിയ ടോളസ്റ്റ് ബിൽഡിംഗ് ആണല്ലോ നമ്മുടെ ബുർജ് ഖലീഫ. അതിന് 12,500 കോടി രൂപയാണ് ചിലവഴിച്ചത്. പക്ഷേ മുകേഷ് അംബാനിൻ്റെ ആൻറ്റീലിയക്ക് ഏകദേശം 15,000 കോടി ചിലവഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാവും എത്രയാണ് ഇത്. ആൻറ്റീലിയക്ക് ഏകദേശം 27 നിലയാണുള്ളത്. പക്ഷെ സാധാരണ നിലകളെ പോലെ അല്ല, ഒരുപാട് ഹൈറ്റിലാണ് ഓരോ നില ഉണ്ടാക്കിയത്. ഇത് ശരിക്കും ഒരു അമേരിക്കൻ കമ്പനിയായ പെർക്കിൻസ് ആൻഡ് വിൽ, അവരാണ് ഇതിൻ്റെ ആർക്കിടെക്ചറൽ വർക്കൊക്കെ ചെയ്തത്. പക്ഷെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയത് ഓസ്ട്രേലിയൻ ലേറ്റൺ ഏഷ്യ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. കേൾക്കുമ്പോൾ അതിശയം തോന്നുന്ന പല കാര്യങ്ങളുണ്ട് പറയാൻ. അത് ഈ ആൻറ്റീലിയ എന്ന വീട്ടിൽ ഏകദേശം 600-ൽ പരം വീട്ടുജോലിക്കാരാണുള്ളത്. അവരൊക്കെ പ്രത്യേകം ട്രെയിനിങ് കിട്ടിയവരാണ്. ഈ വീട്ടിൽ താമസിക്കുന്നത് മുകേഷ് അംബാനി, അവരുടെ ഭാര്യ നിത അംബാനി, പിന്നെ മുകേഷിൻ്റെ അമ്മ, മുകേഷിൻ്റെ 3 മക്കളാണ് ഈ ആൻറ്റീലിയ എന്ന് പറഞ്ഞ വീട്ടിൽ താമസിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഒരു ദ്വീപാണ് ശരിക്കും ആൻറ്റീലിയ. ആ പേരിൽ പ്രചോദനം കൊണ്ടാണ് ശരിക്കും മുകേഷ് അംബാനി ഈ ബിൽഡിങ്ങിന് ആൻറ്റീലിയ എന്ന പേരിടുന്നത്. ഈ ആൻറ്റീലിയ എന്ന് പറഞ്ഞ വസതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 4 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ലിവിങ് സ്പേസ് ഉള്ളത്. പിന്നെ 168 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. കാറുകളുടെ മെയിൻ്റനൻസിന് മാത്രമായിട്ട് ഒരു ഫ്ലോറാണുള്ളത്. പിന്നെ ലോബിയിൽ 9 ലിഫ്റ്റുകളുണ്ട്, ഹൈ സ്പീഡ് ലിഫ്റ്റുകൾ. ഈ ആൻറ്റീലിയൻ്റെ ഏറ്റവും മുകളിലായി 3 ഹെലിപാഡുകളുണ്ട്, ഒരു എയർ ട്രാഫിക് കൺട്രോൾ റൂമുണ്ട്, പിന്നെ ഹെൽത്ത് സ്പാ, യോഗ സ്റ്റുഡിയോ, 8ാമത്തെ നിലയിൽ 50 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ സിനിമാ തിയേറ്റർ ഉണ്ട്. പിന്നെ 1-ലധികം നീന്തൽ കുളങ്ങളുണ്ട്, 3 നിലകൾ തൂക്ക് ഉദ്യാനങ്ങളുണ്ട്, പിന്നെ ഒരു ബോൾ റൂം, പിന്നെ മനുഷ്യനിർമ്മിതമായ മഞ്ഞ് വീഴുന്ന ഒരു ഐസ് മുറി മാത്രമായിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയങ്ങളിൽ അവിടെ പോയി ഇരിക്കാൻ പറ്റും. അത് 24 hours ഇങ്ങനെ ഐസ് വീണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. ആൻറ്റീലിയൻ്റെ ഉൾഭാഗത്ത് വലിയൊരു ടെമ്പിൾ ഉണ്ട് ശരിക്ക്. അതിൽ ശിവ ഐഡോളുണ്ട്, ഗണേഷ് ഐഡോളുണ്ട്. അതിന് ആൻറ്റീലിയ ച രാജ എന്ന് അറിയപ്പെടുന്നത്. ഗോൾഡ്, സിൽവർ, ഡയമണ്ട്
എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഐഡോളുകൾ ഉണ്ടാക്കിയത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, റിക്ടർ സ്കെയിലിൽ 8 വരെയുള്ള ഭൂകമ്പങ്ങളെ ചെറുക്കുന്ന രീതിയിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം. 4532 സ്ക്വയർ മീറ്ററാണ് ശരിക്കും ഈ ആൻറ്റീലിയ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1.120 ഏക്കർ സ്ഥലം. ഈ ആൻറ്റീലിയ വരുന്നതിന് മുമ്പ് ശരിക്കും ഈ സ്ഥലം ഒരു ഓർഫനേജിൻ്റെ കയ്യിലായിരുന്നു. കരീംബോയ് ഇബ്രാഹിം ഖോജ എന്ന് പറയുന്ന ഒരു വലിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു ഇവിടെ ബോംബെയിൽ. അവരുടെ പേരിലുള്ള കരീംബായ് ഇബ്രാഹിം ഖ്വാജ ഓർഫനേജ് അത് പിന്നീട് വഖഫ് ബോർഡിൻ്റെ കയ്യിലേക്ക് പോവുകയും അവിടുന്ന് റിലയൻസിന് കൈമാറുകയും ചെയ്തതാണ് ശരിക്കും ഈ സ്ഥലം. 2008 കണക്ക് പ്രകാരം ശരിക്കും ഇവിടെ ഒരു സ്ക്വയർ മീറ്ററിൻ്റെ ഇവിടുത്തെ വില 25,000 അമേരിക്കൻ ഡോളറാണ്. ഏകദേശം 22 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് ഒരു സ്ക്വയർ മീറ്ററിൻ്റെ വില. ആ സമയത്ത് ഏകദേശം 10ാമത്തെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സ്ഥലങ്ങളിലൊന്നായിരുന്നു ഈ അൾട്ടമോണ്ട് റോഡ്. ആൻറ്റീലിയൻ്റെ ഈ നിർമ്മിതി വളരെ വ്യത്യസ്തമാണ് ശരിക്കും. അമേരിക്കയിലെ ആർക്കിടെക്റ്റുകൾ വാസ്തുപ്രകാരം ശരിക്കും ഈ വീട് നിർമ്മിച്ചത്. ചൈനീസ് ഫെങ് ഷൂയി പ്രകാരം വീട്ടിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാവുന്ന തരത്തിലാണ് ഈ വീട് നിർമ്മിച്ചത്. ഈ വീടിൻ്റെ എല്ലാ നിലകളും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിലുപയോഗിച്ച വസ്തുക്കളും ഒരുപാട് വ്യത്യസ്തമുണ്ട് ഓരോ ഫ്ലോറിലും. സാധാരണക്കാരന് അത്ഭുതമാണ് ശരിക്കും ആൻറ്റീലിയ. 49 ബെഡ്റൂമാണ് ആകെ ഉള്ളത്. മാസത്തിലെ എക്സ്പെൻസ് വരുന്നത് 2.5 കോടി രൂപയാണെന്നാണ് പറയുന്നത്. പിന്നെ കറണ്ട് ബില്ല് മാസത്തിൽ 70 ലക്ഷം രൂപയാണ് അപ്രോക്സിമേറ്റ്ലി ഉണ്ടാവുന്നത്. ഇനി മുകേഷ് അംബാനിയുടെ ഈ ആൻറ്റീലിയ എന്ന് പറയുന്ന ഈ ടവർ, ഇത് എക്സ്പെൻസീവ് ടവറിൻ്റെ സെക്യൂരിറ്റി എങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. സാധാരണ ബേസിക് സെക്യൂരിറ്റി ഉണ്ട്, അതിൻ്റെ പുറം മിലിറ്ററി ഗൈഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വെർജീനിയ ബേസ്ഡ് കമ്പനീൻ്റെ സ്പെഷ്യൽ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി സൊല്യൂഷൻ അത് വേറെയും കൊടുക്കുന്നുണ്ട്. പിന്നെ സെഡ് സെക്യൂരിറ്റി ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നെ സുപ്രീം കോടതിൻ്റെ ഓർഡർ വന്നതിന് ശേഷം Z+ സെക്യൂരിറ്റി ആയി. അതിലേകദേശം 55 പേഴ്സണൽ ഉണ്ട്. പിന്നെ 10 നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, NSG കമാൻഡോസ്. ഇത്രയും പേര് 24 അവേഴ്സും ആൻറ്റീലിയൻ്റെ ചുറ്റും അല്ലെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഗേറ്റിലൊക്കെ ആയിട്ട് എപ്പോഴും സെക്യൂരിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻറ്റീലിയൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ അവിടുന്ന് കണ്ടതിന് ശേഷം ഞാൻ അൾട്ടമോണ്ട് റോഡിൽ നിന്ന് തന്നെ താഴേക്ക് പോവാണ്. ഇതും ബില്യനേഴ്സിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് റിച്ചസ്റ്റ് പേഴ്സൻ്റെ വീടുകളൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പം അല്ലാതെ നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഇങ്ങനെ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അൾട്ടമോണ്ട് റോഡ് വീണ്ടും പെഡാറിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ഥലമാണിത്. ഈ കാണുന്നതാണ് അർദ്ധഷീർ ഗോദ്രേജ് ചൗക്ക് എന്ന് പറയുന്ന ഒരു റൗണ്ട് അബൌട്ട്. ഈ റോഡിന് പെഡ്ഡ റോഡ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ശരിക്കുള്ള ഇതിൻ്റെ പേര് ഗോപാൽ റാവു ദേശ്മുഖ് മാർഗ് എന്നാണ്. സ്വാതന്ത്ര്യ സേനാനിയായിരുന്നു. പിന്നെ ബോംബെയിലെ ആദ്യത്തെ മേയറും ആയിരുന്ന ഡോക്ടർ ഗോപാൽ റാവു ദേശ്മുഖിൻ്റെ പേരിലാണ് ഇപ്പോഴും ഈ റോഡ് അറിയപ്പെടുന്നത്. ഈ പെഡ്ഡ റോഡിൽ നിന്ന് നമുക്ക് ആൻറ്റീലിയൻ്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പെഡാർ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റ്, റിച്ച് പേഴ്സൻ്റെ വീടുകളൊക്കെ കാണാൻ പറ്റും. വീണ്ടും നമ്മൾ ആൻറ്റീലിയൻ്റെ വേറൊരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും. കണ്ടില്ല, എന്തൊരു രസമാണ് കാണാൻ. ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. നമ്മളിപ്പോഴും ശരിക്കും ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ചെറുതാന്ന് തോന്നും, പക്ഷേ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും 1.5 ഏക്കറിലാണ് ശരിക്കും ഇതിൻ്റെ വിസ്തീർണം ഭൂമിയുള്ളത്.
ആൻറ്റീലിയെ കണ്ടതിന് ശേഷം ഞാൻ പെഡാർ റോഡിൽ തന്നെയുള്ള നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ അതിൻ്റെ ഒരു സെൻ്ററാണ് കാണുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. NMICയുടെ അകത്തേക്ക് പ്രവേശനം 70 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പക്ഷേ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് എനിക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരെയും സഹകരണം വേണം, സപ്പോർട്ട് വേണം. താങ്ക് യു.